ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കലീസിയ റിപ്പൻസ് അല്ലെങ്കിൽ നമ്മുടെ പേർപ്പിൾ ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ഈ ചെടി ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അങ്ങനെയുള്ള കുറച്ച് കെയറിംഗ് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഈ പ്ലാന്റ് 2 രീതിയിലാണ് ഇന്ന് നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ചെടി നടാനായിട്ട് ഉപയോഗിക്കുന്ന ചെടിച്ചട്ടി എന്ന് പറയുന്നത് ഇതുപോലത്തുള്ള മൺചട്ടിയാണ്. ഈ മൺചട്ടിക്കകത്ത് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഉണ്ട്. അത് മാത്രമല്ല, ഇത് ഹാങ്ങിങ് പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ഹോൾസും കാണാവുന്നതാണ്. ആദ്യത്തെ രീതിയിൽ ചെടി നടുന്നതിന് വേണ്ടി കുറച്ചധികം പേർപ്പിൾ ടർട്ടിൽ വൈൻ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ വളരെ കുറച്ച് ടർട്ടിൽ വൈൻ ഉപയോഗിച്ചാണ് രണ്ടാമത്തെ രീതിയിൽ നടുന്നത്. ഇതിപ്പോൾ നടുവാൻ വേണ്ടി നമുക്ക് കുറച്ച് ടർട്ടിൽ വൈൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വിഷമമുള്ള കാര്യമാണെങ്കിലും മറ്റൊരു നല്ല ഹെൽത്തി പ്ലാന്റിനെ വളർത്തിയെടുക്കാനാണെന്ന് ഓർക്കുമ്പോൾ സന്തോഷവുമുണ്ട്. ഞാനൊരു 50% ഗാർഡൻ സോയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചകിരിച്ചോറും മണലും ഒരേ റേഷ്യോയിൽ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്തോട്ട് കുറച്ച് വളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ചാണകവും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടവുമാണ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ വളം തുടക്കത്തിൽ ഇട്ട് കൊടുക്കാവൂ. കൂടുതൽ വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകും. ചെടി ഒന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മണ്ണ് ചെടിച്ചട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ചെടിച്ചട്ടിക്ക് 50 രൂപയാണ് വില. ഈ ചെടിക്ക് സ്പ്രെഡ് ചെയ്ത് വളരാനുള്ള സ്പേസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പോട്ട് വാങ്ങിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ കുറച്ച് വൈറ്റ് മൗത്തുള്ള പോട്ട് നോക്കി വാങ്ങിക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ തണ്ടുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി വളർന്നു വരുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ഒരു ടെൻഷനും വേണ്ട, തീർച്ചയായിട്ടും ചെടി വളരെ ഫാസ്റ്റായിട്ട് തന്നെ വളർന്നു വരും. നമ്മളൊരു ചെടി നട്ടതിന് ശേഷം നനവ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ഫോഴ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഡ്രെയിനേജ് ഹോൾസ് വഴി വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഒരാഴ്ച നമുക്ക് ഈ ചെടിച്ചട്ടിയെ ഒരു തണലുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ ഹാങ് ചെയ്തിടാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെടി നടാൻ വേണ്ടി കുറച്ച് കട്ടിങ്സ് ആവശ്യമാണ്. ഞാനിവിടെ ഇപ്പം 10-25 കട്ടിങ്സ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 കട്ടിങ്സേ ഉള്ളൂ എങ്കിൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നട്ടു കൊടുക്കുക. സോ നമ്മൾ അടുത്ത ചെടിച്ചട്ടിയിൽ അതേ പോട്ടിംഗ് മിക്സ് തന്നെ ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നമ്മുടെ ചെറിയ തണ്ടുകൾ നല്ലപോലെ നട്ടു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ഹോൾസ് ആക്കിയിട്ട് നമ്മുടെ ഓരോ കട്ടിങ്സും അതിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വാടിക്കിടക്കുന്ന പോലെ തോന്നിയാലും വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ഫ്രഷ് ആയിട്ട് വരികയും ചെയ്യും. നേരത്തെ പോലെ തന്നെ നട്ടതിന് ശേഷം നനവ് കൊടുക്കുക. ഞാനീ പറയുന്ന രീതിയിലൊക്കെ ചെടി നട്ടിട്ടും നിങ്ങളുടെ ചെടി തിക്കായിട്ട് വളർന്നു വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹാങ്ങിങ് പോട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. ഈ കാണുന്ന ചെടിയെ ഞാൻ ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്തൊരു സ്ഥലത്തായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ തണ്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇലകൾ തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കുറച്ചെങ്കിലും ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ഹാങ്ങിങ് പോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി ഇതുപോലെ ചെടിച്ചിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളി കവേർഡായിട്ട് ബോൾ ഷേപ്പിൽ വളർന്നു വരികയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ചെയ്യുക. മാത്രമല്ല വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.